ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ബീഫ് ബിരിയാണി തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ സവാള നന്നായി വറുത്ത് മാറ്റി വെച്ചതാണിത്. നമുക്കിത് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി ഇതാണ്. അപ്പോൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ മുട്ട ബിരിയാണിയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വറക്കുന്നതൊക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഒരു കിച്ചൺ ടവലിലേക്ക് ഇട്ട് അരിഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വറുത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വറുത്ത് നമ്മൾ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യുന്നത്, ഞാൻ അരി കുതിർത്താൻ വെച്ചിരുന്നു. ഒരു അരമണിക്കൂർ. ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, 1 കിലോ അരിയാണ്. അപ്പോൾ അത് അരമണിക്കൂർ നേരം ഞാൻ കുതിരാൻ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളം വാരാൻ വെച്ച് ഉള്ള അരിയാണിത്. മുട്ട ബിരിയാണിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം മുട്ട ബിരിയാണിയിൽ നമ്മൾ അധികം സ്പൈസസ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. അത് കാരണമാണ് ഞാൻ റൈസ് വേവിക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നമുക്ക് റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് ആ ഒരു മെത്തേഡല്ല ചെയ്യുന്നത്. കൂടുതൽ വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ഊറ്റി എടുത്തിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 6 ഏലക്കായ, പിന്നെ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണുള്ളൂ. പിന്നെ കുറച്ച് സാജീരകം, അത് 1/4 ടീസ്പൂണും ഇല്ല, കുറച്ചുള്ളൂ. കാരണം അതിൻ്റെ സ്മെല്ല് താല്പര്യമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമില്ല. പിന്നെ ഒരു ഫ്ലവർ, പിന്നെ നമ്മൾ ജാതിപത്രി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു 7 കരയാമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 വലിയ കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ നമ്മൾ പട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കനം കുറഞ്ഞ പട്ട വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക, അതിനായിരിക്കും കൂടുതൽ സ്മെൽ ഉണ്ടായിരിക്കും. അപ്പം ഇതൊരു 2 കഷ്ണം, വലിയ 2 കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബേ ലീഫ്, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബേ ലീഫ് ഒഴികെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കാം. ബിരിയാണി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു 6 ലിറ്ററിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്ക് 1 കിലോ ഏകദേശം ഒരു ചോറ് ഒഴിക്കുക, ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ ദമ്മ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ വേവിച്ചെടുക്കുന്നതും ഇതിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യ് അധികം ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയുന്നതാണല്ലോ. അപ്പോൾ അധികം ഇട്ട് കൊടുക്കണ്ട. നമ്മൾ വെള്ളത്തിനകത്ത് ഓൾറെഡി മസാല ഇടാറ് പതിവ്. പക്ഷെ ഞാൻ കുറച്ച് ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ചതക്കേ വേണ്ടൂ. ആ ചതച്ച് വെച്ചത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബേ ലീഫും അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അധികം പൊട്ടി വരുന്നു വേണ്ട, ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചൂടായ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പെട്ടെന്ന് കേടുവരും. അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വേറെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. ആ വെള്ളം നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് എപ്പോഴും മുൻപേ നിൽക്കണം, എന്നാലാണ് നമ്മുടെ റൈസിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വന്നോട്ടെ. അതിന് ശേഷം തിളച്ച വെള്ളം തന്നെയായിരുന്നു, എന്നാലും ഒന്ന് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് തിളച്ച് വരണ്ട. ആ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കും. അരി ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കുക. അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഒരു ഏകദേശം 3/4 വേവാകുമ്പോൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് ഒലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്കൊരു ഇപ്പോൾ ബീഫ് എന്ന് പറയുമ്പോൾ പല ബീഫുകൾക്ക് വേവുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, അതുപോലെ കുക്കറിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ 20 മിനിറ്റ് നേരം ആണ് എൻ്റെ ബീഫ് ഞാൻ വേവിക്കാറ്. അപ്പോൾ ബീഫിൽ ഇന്ന് വേവിച്ചപ്പോൾ കുറച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ വേവിച്ച ബീഫിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ബിരിയാണി നമ്മൾ തയ്യാറാക്കാറ്. അപ്പം ഇന്ന് ആ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്ത് വന്ന് പിന്നെ ദമ്മിട്ട് വരുമ്പോൾ അത് കൂടുതൽ അങ്ങോട്ട് വെന്ത് പോകും. അപ്പം അത് കാരണം തന്നെ ഞാൻ വേവിച്ച ബീഫിനെ നമ്മളിനി കറി തയ്യാറാക്കാം, ഗ്രേവി ആയിട്ട് തയ്യാറാക്കാം. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ മുമ്പേ ബീഫ് കറി വെച്ചിട്ടുണ്ട്. ആ മെത്തേഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബീഫ് ഗ്രേവി ആയിട്ടുള്ള ഒരു ബീഫ് കറി ദമ്മിടുമ്പോൾ നമ്മൾ മുട്ട ബിരിയാണി ചെയ്ത പോലെ തന്നെ
നമ്മൾ ഓരോ ലെയറായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ബീഫ് കറി എങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വേറെ ടൈപ്പ് ബീഫ് കറിയാണ് തയ്യാറാക്കണേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ്. ഒരു 10-30 ചുവന്നുള്ളി ഉണ്ടായിരിക്കും. ചുവന്നുള്ളി താല്പര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ നന്നാക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ സവാള ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഒരു 3 സവാള എടുക്കുക, അല്ലെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 6-7 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗരം മസാല, ഹോം മെയ്ഡ് ഗരം മസാല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ബിരിയാണി മസാല. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ചോറൊക്കെ മുക്കാൽ വേവായിട്ട് നമ്മളൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ബീഫ് കറി തയ്യാറാക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ബിരിയാണി ഒക്കെ തയ്യാറാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക എന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. ഇപ്പം ഡാൽഡ ആയാലും ഒരുപാട് നെയ്യ് ഒഴിച്ചിട്ടായാലും നമ്മുടെ ആ ചോറൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് മൂരച്ച് പോകും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഞാൻ ഓയിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഇപ്പോൾ നമ്മുടെ തവിടെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതിലൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചോറ് കിട്ടും. മുഴുവനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം നെയ്യിൽ തന്നെ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഡാൽഡയിൽ തയ്യാറാക്കുന്നവർ. ഡാൽഡയിൽ എനിക്ക് ഒട്ടും ശരിയായിട്ട് തോന്നിയില്ല കേട്ടോ. ഡാൽഡയിൽ ഞാൻ തയ്യാറാക്കല്ലോ, ഒരു വട്ടമൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ. ഡാൽഡയിൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടുമില്ല. അപ്പോൾ അത് കാരണം ഇപ്പം നമുക്ക് ബീഫിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ വേഗം വഴന്ന് കിട്ടും. അപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചമുളക്, പിന്നെ കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. അപ്പം അധികം നമ്മളിപ്പോൾ ദമ്മ് ചെയ്യുന്ന കാരണം തന്നെ അധികം എരിവായിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ ബിരിയാണി ഭയങ്കര എരിവായി പോകും. അപ്പോൾ ഒരുപാട് എരിവ് ചേർക്കണ്ട. നമുക്ക് ഇപ്പം നമ്മൾ വേവിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ദമ്മ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴിച്ചാൽ മതി. അല്ലാണ്ട് ബിരിയാണിയിൽ ഇതിൽ ഒരുപാട് എരിവ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തത് കേട്ടോ. നമുക്ക് വേവിച്ചിട്ട് വരുമ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് എരിവാവുന്നത് നന്നല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വെച്ചിട്ട് നമ്മൾ ബീഫിലേക്കൊക്കെ എരിവ് പിടിക്കണം കേട്ടോ. ഇനി നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കും. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നായി വന്നു. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മസാല നമുക്ക് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഗരം മസാലയും ബിരിയാണി മസാല ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട, കാരണം നമ്മുടെ ബീഫിൽ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. ഇതൊന്നായി വരുന്ന അത്രയും ഒഴിച്ചു കൊടുക്കാൻ മതിയാവും. അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ വഴന്ന് വന്നതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ മുട്ട ബിരിയാണിയിൽ പറഞ്ഞ പോലെ തന്നെ തീ ഒന്ന് ഓഫ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചാലും മതി. അതിന്
ശേഷം തൈര് ഒഴിച്ചു കൊടുക്കുക. ഇളക്കി ചേർത്ത് സെറ്റായതിന് ശേഷം നമ്മൾ ഗ്യാസ് കയറ്റി വെച്ചാൽ മതിയാവും. പിന്നെ കറക്റ്റ് ടെക്സ്ചർ വരുന്നില്ല. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കയറ്റി വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ചേർക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇതിലേക്ക് ഇടുന്നൊന്ന് സെറ്റായി വരട്ടെ. അപ്പോഴാണ് ഇതിലേക്കുള്ള ആ എരിവൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. നമുക്കിതൊന്ന് ജസ്റ്റ് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ഉപ്പൊക്കെ നമ്മൾ ബീഫ് കറിയിലേക്കുള്ള ഉപ്പ് അതിനകത്ത് തന്നെ കറക്റ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ചോറുണ്ടല്ലോ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക അതിനകത്ത് ഉപ്പുണ്ടോയെന്ന്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പം തന്നെ ഇടണം. കാരണം ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് ഫീൽ ചെയ്യില്ല കഴിക്കുമ്പോൾ. ഉപ്പുണ്ടെച്ചെങ്കിൽ പാകത്തിന് ഉണ്ടാവും. ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി കഴിക്കുമ്പോഴും അത്ര അതുണ്ടാവില്ല. കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിച്ച് തന്നെ നമ്മൾ ഇതാവും. അപ്പോൾ അത് കാരണം വല്ലാണ്ട് ഉപ്പിട്ട് ഇതാവരുത്. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി സെലക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ ആദ്യം അന്ന് മുട്ട ബിരിയാണി തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് എടുത്തത് അരിബാബ അരിയായിരുന്നു. ഇത് ബസ്മതി റൈസാണ്. അപ്പോൾ ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് കറക്റ്റ് അരി നല്ല ഒരു ബിരിയാണിയുടെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ, ബസ്മതി റൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അരിബാബ ആയാലും അതുപോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് ചെറിയ അരി ആയിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക, പക്ഷെ നമുക്ക് ഇവിടെ വലിയ അരിയാണ് താല്പര്യം. അത് കാരണം ഞാൻ ഇതെടുത്ത് ബസ്മതി റൈസാണ്. അപ്പോൾ അത് അരമണിക്കൂർ നേരം തന്നെ കുതിർത്ത്. അപ്പോൾ ഓരോ അരിക്കും വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മൾ കുതിരാൻ സോക്കിയായിടുക. അപ്പോൾ അത് കാരണം തന്നെ ഇത് ഞാനൊരു അരമണിക്കൂർ ഇട്ടതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം ഒരേപോലെ ആവില്ല, വെന്തങ്ങ് കുഴഞ്ഞു പോകും. ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന മെത്തേഡാകുമ്പോൾ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇതാവില്ല. കാരണം നമുക്ക് എപ്പോഴും ഒന്ന് തുറന്ന് നോക്കാവുന്ന ഒരു ഇതാണത്. അങ്ങനെ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ അധികമൊന്നും വേണ്ട, ഒരു പകുതി മതി, അരയുടെ പകുതി, ജസ്റ്റ് ഒരു സ്ക്യൂസ് മാത്രം മതി. കാരണം അതിലേക്ക് എരിവ് ഉപ്പ് ഇതൊക്കെ നമുക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത്. ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായാലും അതുപോലെ തന്നെ നമ്മൾ ചിക്കനിലേക്കൊക്കെ നാരങ്ങ നീര് പറ്റി വയ്ക്കുന്നത് അത് വേഗം ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേഗം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് നല്ലതാണ്. അപ്പോൾ അത്യാവശ്യത്തിനും പുളിയും ഇതൊക്കെ ഉണ്ട്. നമ്മൾ തൈര് പുളിയില്ലാത്ത തൈരാണ് എടുത്തിരുന്നത്. തക്കാളിയുടെ പുളിയും ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഉപ്പുണ്ടോന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് എരിവൊക്കെ പാകമാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കുരുമുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം പാകത്തിനുള്ള എരിവാണ്. ഇപ്പോൾ ഗ്രേവി ഇത്രയ്ക്കധികം ഗ്രേവി നമുക്ക് വേണ്ട, ഒന്നും കൂടി ഒന്ന് വറ്റി വന്നോട്ടെ. അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ അങ്ങനെ ഒട്ടി പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നും വരില്ല, അടി പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ലെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഗ്രേവി ഇട്ട് കൊടുക്കാം. റൈസിനായിട്ട് നമുക്ക് ഗ്രേവി ഇടുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. നമുക്ക് ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഈ ഒരു പരുവത്തിൽ ഗ്രേവി ഉണ്ടായിരിക്കും. കാരണം ഗ്രേവി ഇല്ലാതെ നമ്മൾ ദമ്മിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചോറൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോയൊരു അവസ്ഥ തോന്നും. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് ആകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ നെയ്യിന് പിശുക്കൊന്നും കാണിക്കണം കേട്ടോ. അത്യാവശ്യം നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയാണ് ഒരു ടേസ്റ്റ് വരുള്ളൂ. നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നമുക്ക് അവസാനം ഇട്ട് കൊടുത്താലും മതി, എന്നാലും ഒരു സ്മെല്ലിന് വേണ്ടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി കൊടുക്കുക. അപ്പോൾ നമ്മളെ ഞാനിവിടെ കുട്ടികൾക്ക് കുറച്ച് ഗ്രേവി ഇല്ലാത്ത ഇതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഈ ഒരു ഭാഗം മാത്രമേ ഗ്രേവി ആയിട്ടുള്ള ഒരു ലെയർ തയ്യാറാക്കുന്നത്. ഈ ഭാഗം നമ്മൾ സാധാ റൈസാണ് ശരിയാക്കുന്നത്. കുട്ടികൾക്ക് ഇനിയിപ്പോൾ എരിവ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇവിടെ എല്ലാവർക്കും റൈസ് മാത്രം താല്പര്യമുള്ളൂ, അതിനകത്ത് ചേർന്ന് താല്പര്യമില്ല. അപ്പം അത് കാരണം ഇനി നമുക്ക് ഗ്രേവി ഇട്ട് കൊടുക്കാം.
ഇതിനകത്ത് കളർ ചേർക്കുന്നില്ല. മുട്ട ബിരിയാണിക്ക് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കളറിനോട് അത്ര താല്പര്യമില്ല, അത് കാരണം ചേർക്കുന്നില്ല. പിന്നെ കളർ ഇടണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത്തിരി ചുടുവെള്ളം ചുടുപാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുത്താൽ നല്ല യെല്ലോ കളർ കിട്ടും. അതുപോലെ തന്നെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഫുഡ് കളറൊന്നും മാക്സിമം യൂസ് ചെയ്യാതിരിക്കായിരിക്കും നല്ലത്. അതുപോലെ എസൻസും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി എസൻസ് ആവശ്യമില്ലെങ്കിൽ കുറച്ച് എസൻസ് അല്ല, ആ ഒരു നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ല് കിട്ടണമെന്നുണ്ട് വെച്ചാൽ കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ഒരു ലെയറിൽ നമ്മൾ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കും. വളരെ കുറച്ചിട്ടാ, അധികമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇതാക്കി കുറച്ച് മല്ലിയില കൊടുക്കുക. അതുപോലെ ഗാർണിഷ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഓരോ ലെയർ തയ്യാറാക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ദമ്മിട്ട് ഇപ്പോൾ ബീഫ് കറിയൊക്കെ ആയിട്ട് ദമ്മിടുന്ന അതിൽ കളറിൽ പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം എനിക്ക് തോന്നിയില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഈ ബീഫ് കറിയുടെ കളറൊക്കെ ഇതിനകത്ത് പിടിക്കും. അത് കാരണം തന്നെ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മളെല്ലാം ഫുൾ ലെയർ ചെയ്ത് കഴിയും. ഇപ്പോൾ ബീഫ് നമ്മൾ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഭാഗം മാത്രമല്ല ബീഫാക്കിയല്ലോ, ബാക്കിയുണ്ട്. ഇനി അപ്പോൾ ഇത്രയും ഭാഗം ഇട്ട് നമ്മൾ ചെയ്താൽ മതി. കുറച്ചൊരു സ്പേസ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു പാത്രം ഇപ്പോൾ ഒരാൾക്കുള്ള ഭക്ഷണത്തിനുള്ള അരി മാത്രം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് ദം ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഒന്നിങ്ങ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ നല്ല എയർ ടൈറ്റ് ആക്കി വെക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഇന്ന് എയർ പോവില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ മുകളിൽ നമ്മൾ മാവ് കൊണ്ട് തന്നെ ചെയ്ത് വെക്കുക. ഗോതമ്പ് മാവ് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് നമുക്കിത് ആക്കിയെടുക്കാം. നമ്മളിതിനെ തയ്യാറാക്കുന്ന മാവുണ്ടല്ലോ, ഇത് നമ്മൾ കുറച്ച് ലൂസ് പരുവത്തിലാക്കിക്കോളൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് സുഖമായിട്ട് ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ കൈ മുക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ നമുക്ക് സ്പീഡായിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുമ്പോൾ പിടിക്കൂല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ഇല്ലാത്ത പക്ഷെ നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചാലും മതി കേട്ടോ. ഇത് ഏറ്റവും സൗകര്യമാണ്. നമ്മളത് അമർത്തി ടൈറ്റായി അടയ്ക്കുക. അതുപോലെ തന്നെ ഈ ഹോളും അടച്ചു കൊടുക്കണം കേട്ടോ. ഈ ഹോളിൻ്റെ അവിടെ നമ്മൾ കുറച്ച് മാവ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഹോളിൽ കൂടെ വരും. ഗ്യാസിൻ്റെ ചെറിയ അടുപ്പുണ്ടല്ലോ, അതിൽ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഡയറക്റ്റ് തീയിൽ വെക്കുക. അതിന് ശേഷം നമുക്ക് ഒരു പാനിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാം. 5 മിനിറ്റ് നേരം ഡയറക്റ്റ് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കേടായ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ദം ചെയ്ത പാത്രം കയറ്റി വയ്ക്കുക. ഇനി ഇതൊരു നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. 5 മിനിറ്റ് നേരം ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. അതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് ആയിട്ട് ഓഫ് ചെയ്തു. ഇനി നമ്മളൊരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഇത് തന്നെ തുറക്കാം. തന്നെ കട്ട പിടിക്കാതെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ ബീഫ് ഇട്ട ഭാഗമായിരിക്കും. കണ്ടില്ലേ, ഈ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് ഇതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.